എന്തായാലും അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് മുൻപ് മറ്റൊരു വാർത്തകളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അത് കൊല്ലം തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കാനുള്ള തീരുമാനം. ജീവനക്കാരുടെയും അധ്യാപകരുടെയും രക്ഷാപ്രവർത്തനം നടത്തിയവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ചുമതല. മിഥുന്റെ മരണത്തിന് കാരണമായ വൈദ്യുതി ലൈൻ കഴിഞ്ഞ രാത്രി KSB ഉദ്യോഗസ്ഥർ അഴിച്ചുമാറ്റി. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നോട്ടീസിൽ സ്കൂൾ മാനേജ്മെന്റ് അടുത്ത ദിവസം മറുപടി നൽകും. ഇതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. അപകടത്തിന് പിന്നാലെ അടച്ച സ്കൂൾ തിങ്കളാഴ്ച തുറക്കും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, തേവലക്കരയിലെ കാര്യങ്ങൾ ഇന്നലെ മുഴുവൻ നമ്മൾ സംസാരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ തേവലക്കരയിലെ കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കാനുള്ള തീരുമാനം, അപ്പം സ്കൂൾ മാനേജ്മെന്റിനെതിരെ വരെ നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ വിദ്യാഭ്യാസ മന്ത്രിയും നൽകിക്കഴിഞ്ഞപ്പോൾ അധ്യാപകരുടെയും ജീവനക്കാരുടെയും മൊഴിയെടുക്കുന്നതടക്കമുള്ള അന്വേഷണങ്ങളിലേക്ക് കൂടെ കടക്കുകയാണല്ലേ? ജിൽസി പറഞ്ഞതുപോലെ തന്നെ തേവലക്കരയിൽ മിഥുൻ ഷോക്കേറ്റ് മറ്റ് സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം കഴിഞ്ഞ ദിവസം വരെ വലിയ രീതിയിൽ പുരോഗമനം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് സംബന്ധിച്ച പ്രതിഷേധങ്ങളൊപ്പം തന്നെ അവിടെ സുരക്ഷ ഒരുക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് DYSP ആ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തോടുകൂടെ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രീ ആയി. അപ്പോൾ ഇന്നു മുതൽ അന്വേഷണം ത്വരിതഗതിയിൽ പുരോഗമിക്കുമെന്നുള്ള ഒരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ അതിന് സമീപത്തുള്ള ആളുകളാണ് പലരും രക്ഷാപ്രവർത്തനത്തിനൊക്കെ എത്തിയത്. അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും കൃത്യമായി. തുടർന്ന് നാളെയുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും അധ്യാപകരുടെയും ജീവനക്കാരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ആ വകുപ്പുകളിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ആ മൊഴികളുടെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ശാസ്താംകോട്ട DYSP തന്നെ വ്യക്തമാക്കുന്നത്. മറ്റൊരു വശത്ത് ജിൽസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ നടപടി ഉണ്ടായിരിക്കുന്നത് സ്കൂളിലെ പ്രഥമ അധ്യാപകർക്കെതിരെ മാത്രമാണ്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു നിർദ്ദേശം മാനേജർ അംഗീകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു നടപടി എടുക്കുകയായിരുന്നു. പക്ഷേ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അതിനെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ട്. അതായത് പ്രഥമ അധ്യാപക മാത്രം എങ്ങനെയാണ് ഇതിന്റെ ഒരു കുറ്റക്കാരിയാകുന്നത്? വൈദ്യുതി ബോർഡിനെയൊക്കെ നേരത്തെ അറിയിച്ചിട്ട് അവർ മാറ്റാത്ത ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വിശദമായി ഇനി കൂടുതൽ നടപടികളിലേക്ക് കൂടി കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സ്കൂൾ മാനേജർക്ക് നൽകിയ നോട്ടീസിന് ചൊവ്വാഴ്ചക്കുള്ളിൽ തന്നെ മറുപടി നൽകും. അതായത് നാളെയോ മറ്റന്നാളോ തന്നെ മറുപടി നൽകും എന്നുള്ളൊരു കാര്യമാണ് മാനേജറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്കും കടക്കും. വൈദ്യുതി വകുപ്പിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുമാണ് ഇതുവരെയും കൃത്യമായിട്ടുള്ള ഒരു നടപടി മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ലാത്തത്. ഈ ബിൽഡിംഗ്സിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യം വരുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫിറ്റ്നസ് ഒക്കെ നൽകിയതെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. 3 ദിവസമായി അടച്ചു കിടക്കുന്ന സ്കൂൾ തിങ്കളാഴ്ച തുറക്കുകയും ചെയ്യും. ജിൽസി.